ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറ്റസ് എന്ന് പറയും. മാനിറ്റസ് എന്ന് പറഞ്ഞാൽ സോളിഡ് മാനിറ്ററാണ്. അയാൾ മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. 4 കേസോളം നമുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് മുത്തങ്ങ സൈഡിൽ നിന്ന് ഒരാളെ കൊന്നു, അത് കഴിഞ്ഞ് ലേഡിയെ കൊന്നു, പിന്നെ അത് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്ക് വന്ന് 2 ഹ്യൂമൻ കൊന്നു, അത് കഴിഞ്ഞ് ഗുഡല്ലൂർ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ദെൻ പിന്നുള്ളത് വേറൊരു മാനിറ്റർ ഇതേപോലെ തന്നെ, അതിനെ ഷൂട്ട് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാനല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. മനുഷ്യനെ ഹണ്ട്. പിന്നെ ഈ വർഷം നടന്ന ലേഡി രാധ എന്ന് പറഞ്ഞാൽ അവർ കൊന്നു. ക്ലീൻ മാനിറ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ കൊന്നു. അവരെ ബോഡി നമ്മൾ കണ്ടു, നമുക്ക് പഗ്മാർക്ക് കിട്ടി. ഞങ്ങളെ അപ്പം തന്നെ ക്യാമറ ട്രാപ്പ് ബോഡി എടുത്തു, ക്യാമറ ട്രാപ്പ് വെച്ചു, തിരിച്ചു വന്നു അയാൾ ഈ ബോഡിയിൽ. അപ്പം ഞങ്ങൾക്ക് ഇമേജ് കിട്ടി. ഞങ്ങൾ പ്രൊഫൈൽ ചെയ്ത് നോക്കി, ഇപ്പം എങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഞങ്ങൾ ഓണാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞു ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ആൾക്കാരുടെ ഒരു പാനിക് ഇതുണ്ടാവുമല്ലോ, ഒരു നാട്ടുപ്രദേശമാണ്, ആലോചിക്കണം. അതാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ലേഡി പറഞ്ഞു കടുവയുടെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ ഓടിയെത്തി. ഇവിടുന്ന് വലിയ ദൂരമില്ല, ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ. ഓടിയെത്തി അവിടെ വന്ന്. അപ്പോൾ ലേഡി ഒരു വിറച്ചിരിക്കുക. അവർ പറഞ്ഞു ഞാൻ കണ്ടു. ഞാനിങ്ങനെ തുണി ആയിടുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരു തുണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഏരിയ അവിടെ നോക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കുമ്പോൾ ക്ലീൻ പഗ്മാർക്കുണ്ട്, അയാൾ അവിടെ കിടന്നിട്ടുണ്ട്. അതിനോ സ്റ്റോക്കിംഗ്, ഇറ്റ്സ് കോൾഡ് സ്റ്റോക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. കൃത്യമായിട്ട് സ്റ്റോക്കിംഗ്. ഇത് മാനിറ്റസിൻ്റെ ഇതാണ്. പിന്നെ ഞങ്ങൾ ഫുൾ ഓണിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞങ്ങൾ ടീം പോവാണ്. ഞങ്ങൾ 15 പേരും. ഞങ്ങൾ ആരോ ഫോർമേഷനിലാണ് പോവുക. ഫ്രണ്ട് ട്രാക്കർ, ഗൺമാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു രാവിലെ 6:30 തുടങ്ങി. ഒരു 10:30 ഞങ്ങൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഒരു പഴമൊക്കെ കഴിച്ചു, ചായ കഴിച്ചു. എണീറ്റു പുറകിലുള്ള ആളെ അടിച്ചു. ഇവൻ ഞങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ നിൽക്കുന്നതും പറ്റും. അപ്പോൾ ആ പുറകുള്ള കുട്ടി അവൻ ഷീൽഡ് വെച്ച് പിടിച്ചു. നല്ല ബോൾഡ് ആയതുകൊണ്ട് ഷീൽഡ് പൊട്ടിച്ചവന് കിട്ടി. പക്ഷേ ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ദാറ്റ്സ് എ മാനിറ്റർ, പ്യൂർ മാനിറ്റർ. ഇറ്റ് സ്റ്റോക്സ് യു. സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഹണ്ട് ചെയ്യാന്നുള്ളത്, ഹ്യൂമൻ ഹണ്ട് ചെയ്യാന്നുള്ളത് മാനിറ്ററിൻ്റെ ക്യാരക്ടർ. ഈ സെക്കൻഡ് കാറ്റഗറി ആണോ മാനിറ്റർ ആയിട്ട് മാറുന്നത്? ഹാബിച്വൽ ഒരിക്കലും മാനിറ്റർ ആവില്ല. അത് സ്റ്റോക്ക് ചെയ്യും, മനുഷ്യനെ സ്റ്റോക്ക് ചെയ്യും. മറ്റേ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നടക്കുകയാണ്, ഒരു ടൈഗറിന് മുമ്പ് വന്ന് പെട്ടു. അപ്പോൾ സേഫ് സോൺ എന്ന് പറയും. ഒരു സാധാരണയായിട്ട് കേട്ടോ. അപ്പോൾ അതൊരു ടൈഗർ നിങ്ങൾ ദൂരെ നിന്ന് കണ്ടെങ്കിൽ ഓടി ഒന്നും അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല. വളരെ ഇതായിട്ടുള്ള ടൈഗർ സാധാരണ ചെയ്യുന്നത് നിങ്ങൾ 20-25 മീറ്റേഴ്സ് അപ്പുറത്താകുമ്പോൾ അത് റോർ ചെയ്യും എന്ന് പറയുന്നത്. സി മാൻ, ഐ എം ഹിയർ, ഡോണ്ട് ക്രോസ് മൈ ലിമിറ്റ്. ഇത് ചെയ്യും. അങ്ങനെ ഒരു പ്രേ അല്ല. മനുഷ്യൻ അതിൻ്റെ ഒരു പ്രേ അല്ല. ബട്ട് അതിൻ്റെ ടെറിട്ടറിയിൽ അത് കിടക്കുന്നത് ഇഷ്ടപ്പെടും. നമ്മൾ കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാർജ്, ദാറ്റ്സ് എ ഡെഡ് ചാർജ്. യു വിൽ ബി ഡെഡ്, ക്ലീൻലി ഡെഡ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാൽ അതിനപ്പുറം. നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളെ മരണം നിങ്ങൾ തന്നെ എഴുതി വെക്കാം. ഒരു ടൈഗറെ ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കയ്യും കാലും വിടർത്തി വലുതാവുക എന്നുള്ളതാണ്. ഒരുപാട് ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് യു മേക്കിംഗ് യുവർ സെൽഫ് ബിഗ്. മീൻസ് അതിനെ ഫ്രൈറ്റൻ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കഥയൊക്കെ. ഗോഡ് മസ്റ്റ് ബി ക്രേസി പാർട്ട് 2. ഇല്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. യു ഷുഡ് നോ ദ ബിഹേവിയർ ഓഫ് എ ടൈഗർ. തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചിരിക്കാറ്. എനിക്ക് തന്നെ അനുഭവമാണ്. ഞാൻ ടൈഗറിൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. സോ വെരി ക്ലിയർ. ഐ വാസ് അറ്റാക്ഡ്, ഐ വാസ് അണ്ടർ ദ ടൈഗർ. സോ ആ അറ്റാക്ക് വന്ന് നിങ്ങൾ യു മേക്ക് യുവർ സെൽഫ് ബിഗ്. ഓക്കെ, ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് രസമാണ്. അത് ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്നൊരു സിനിമയുണ്ട്, പാർട്ട് 2. കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു പിഗ്മിക്കുട്ടിയുണ്ട്. അതിനൊരു ഹൈനെ ഓടിക്കുന്നുണ്ട്. ഹൈനെ ഓടിക്കുമ്പോൾ ഇത് ഓടും. അപ്പോൾ ഹൈനെ പുറകെ വരും. പെട്ടെന്ന് ഒരു സ്റ്റിക്ക് എടുത്ത് തലയിൽ വെക്കും. അപ്പോൾ ഹൈനെ സ്റ്റക്കാവും. ഈ ബിഗ് ചെറിയ ഒരാളല്ല, ബിഗ്. അതിനെ സ്റ്റക്കാവും. അതിനെ സ്റ്റക്കായി അതിനെ കൺഫ്യൂസ്ഡ് ആയി അതിനെ തിരിച്ചു വന്ന് ഈ സ്റ്റിക്ക് പൊട്ടിപ്പോവും, വീണ്ടും അറ്റാക്ക് ചെയ്യും. സോ ദിസ് ഈസ് ദ സെയിം തിങ് വി യൂസ്. ഓക്കെ, തിരിഞ്ഞു കഴിഞ്ഞാൽ അനിമൽ അടിക്കും. റൈറ്റ്. സോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ അറ്റാക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ, സുന്ദർബൻസ്. ഓക്കെ, അവിടെ ആൾക്കാർ പുറകിൽ മാസ്ക് വെക്കും. ഓക്കെ, ടൈഗർ പുറകിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് ഹണ്ടേഴ്സാണ്, ഇത് മാനിറ്റേഴ്സാണ്. നോക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഈ സ്റ്റോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മീൻസ് ഈ എത്ര നേരമാണ് അത് നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും ആ ടൈഗേഴ്സ്? പറയാൻ പറ്റില്ല. അവന് സക്സസ് വരുന്നവരെ. അൺലെസ് when you get you clearly ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ
ഞങ്ങൾക്ക് അല്ലാത്ത എൻകൗണ്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലാത്ത ഹ്യൂമൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഇരിക്കുന്ന പൊസിഷനിലായിരിക്കും ടോയ്ലറ്റിങ് അങ്ങനെ സമയത്ത്. അപ്പോൾ ഇവൻ കാണുന്ന വേറെ ലെവലാണ്. അതൊന്നും മാനിറ്റേഴ്സ് ആയിരുന്നില്ല. ഓക്കെ, എനിക്കൊന്നൊരു ആക്സിഡൻ്റൽ മോഡിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആക്സിഡൻ്റ് മോഡിൽ വന്ന് ഒരാൾ പെപ്പർ വർക്ക് ചെയ്യായിരുന്നു, കുരുമുളക് ഏണി വെച്ചിട്ട് കുരുമുളക് പിടിച്ചു. പക്ഷെ ഞങ്ങൾ ആ ടൈഗർ ഞങ്ങൾക്ക് കിട്ടി, പ്രൊഫൈൽ ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾ അവിടെ റെസിഡൻറ്റ് ടൈഗറാണ്. പിന്നെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. അല്ല, ഇത് പക്ഷേ ഇത് എങ്ങനെ മാനിറ്റേഴ്സ് ആവുന്നത്? ബിക്കോസ് ഹ്യൂമൻസ് അവിടെ നാച്ചുറൽ പ്രേ അല്ല. Don't know what the triggering that behavior, we don't know. But manators are different. They stalk you. അവിടെയാണ് എൻ്റെ ഡിഫറെൻറ്റ്. മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്സിഡൻറ്റ് എൻകൗണ്ടർ, നിങ്ങൾ യു ആർ റണ്ണിങ് ഇൻ ടു എ ടൈഗർ ആൻഡ് ബീങ് അറ്റാക്ട്. Rather than this situation, it stalk you and kill you. Is it like people say that if you taste human meat, then that becomes I don't know. അങ്ങനെയാണെങ്കിൽ മറ്റേ രണ്ട് കേസൊക്കെ എപ്പോഴേ മാനിറ്റർ ആവാം. പ്രേ ബേസ് ഉണ്ടെങ്കിലും മാനിറ്റർ ആകും. ഇൻസ്പയർഡ് ഓഫ് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പ്രേ ബേസ് ഉള്ള എനിക്ക് അതിൻ്റെ പ്രീ ഹിസ്റ്ററി നമുക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന് മുമ്പ് മാനിറ്റർ ആവുന്നതിന് മുമ്പുള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ ഒരു തവണ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയതുകൊണ്ട് മാനിറ്റർ ആകുന്നു. ഇഞ്ചേർഡ് ആകുന്നത് ഒരിക്കലും ഹാബിറ്റുവേറ്റഡ് കോൺഫ്ലിക്റ്റ് ആണല്ലോ ആവുന്നത്. കാറ്റൽ ലിഫ്റ്റിംഗ് ഓക്കെ, അതൊന്നും ഒരിക്കലും മാനിറ്റ് ചെയ്തിട്ടില്ല. ഈവൻ അറ്റാക്ക് ചെയ്തിട്ടില്ല. മനുഷ്യർ അതിൻ്റെ ഫ്രണ്ട് കൂടെ നടന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ഉണ്ട്. പട്ടിയെ മാത്രം പിടിക്കുന്ന ഒരു കടുവയുണ്ട്. എൻ്റെ ഞങ്ങളെ ഇതിലുണ്ട്. കോഴിയെ മാത്രം പിടിക്കുന്നത്, കോഴി ഫാം കയറി കോഴിയെ മാത്രം. നമുക്ക് ഈവൻ പശുവിനെ കൊല്ലാൻ പോലും അതിന് പറ്റില്ല, പല്ലില്ല. അതൊക്കെ ജീവിക്കട്ടെ. കോഴിയെ മാത്രം ചിക്കൻ ഫാം കയറി കടുവയെ പിടിച്ചിട്ട് കിടപ്പുണ്ട്, പല്ലില്ല, 4 പല്ലുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ അമ്മ വിളിക്കുക ഒരു കംപ്ലീറ്റ് ക്ലീനർ. ഇപ്പം മാനിറ്റേഴ്സ് കൂടുതൽ ലൈക്ക് പണ്ട് മറ്റേ ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്, കോർബറ്റിന്റെ ബുക്ക് യൂസ് ഹാവ് ദറ്റ് മാനിറ്റേഴ്സ് ഓഫ് കുമാവ് എന്നൊക്കെ. നൗ ഇസ് ഇറ്റ് ഇപ്പം ഇവിടെ കൂടുതലാണോ കുറവാണോ? ബിക്കോസ് അക്കോർഡിംഗ് ടു വാട്ട് എവർ ദി സിറ്റുവേഷൻ ഇസ്, ഇക്കോളജിക്കൽ സിറ്റുവേഷൻ ഇസ്, മാനിറ്റേഴ്സ് ഷുഡ് ബി മോർ. എക്കോളജിക്കൽ സിറ്റുവേഷനിൽ മാനിറ്റേഴ്സ് കൂടുതൽ അല്ല, ഇൻ ദ സെൻസ് കോൺഫ്ലിക്റ്റ് കൂടുതലാണ്. കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് എക്കോളജിക്കൽ കൺസെപ്റ്റ് കാട് ചുരുങ്ങിയിട്ടില്ല. കേരളത്തിൽ കാട് ചുരുങ്ങിയിട്ടില്ല. യു ലുക്ക് അറ്റ് ഡാറ്റ. ഓ, കാടുകൾക്ക് പലതും സംഭവിക്കുന്നുണ്ട്. ഇൻവേസീവ് പ്ലാന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞിട്ടില്ല, എത്ര വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല. Despite all the encroachments? Despite of all encroachments, you see the data yourself. Don't trust my word. See the data yourself. ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രീ കവറേ കുറയാതെ ഉള്ളൂ, ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് കവർ ഏരിയ വൈസ് കുറഞ്ഞിട്ടില്ല. പുതിയൊരു ഏരിയ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇടയ്ക്ക് പറഞ്ഞപ്പോൾ 4 കാറ്റഗറി പറഞ്ഞപ്പോൾ 5ാമത്തെ പറഞ്ഞു. ഓക്കെ, സോ 5ാമത്താണ് ഞാൻ പറഞ്ഞ ഈ കോൺഫ്ലിക്റ്റ്, ഈ പുതിയ എസ്റ്റേറ്റുകളിലേക്ക് മാറുന്ന ആനിമൽസ്. അതായത് ന്യൂ ടെറിട്ടറി കണ്ടെത്തുക. എന്നാൽ അത് ഹൈലി ഡെൻസ് ഏരിയയിലാണ്. ഈ ഒരു അബാൻഡൻഡ് എസ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വേറെ ഇതൊന്നുമില്ല, ത്രെട്ടൊന്നുമില്ല, വേറെ ടൈഗേഴ്സ് ഇല്ല, ഈസി ആയിട്ട് പോവാം. ഓക്കെ, അവിടെ മദേഴ്സ് അവിടെ പോകുന്നു, അവിടെ പ്രസവിക്കുന്നു, അവിടെ ഹോം റേഞ്ച് ഉണ്ടാക്കുന്നു, അവിടെ കുട്ടികളുണ്ടാക്കുന്നു, അവരുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് കുടുംബമായിട്ട് ജീവിക്കുന്നു. അത് കോൺഫ്ലിക്റ്റ് ആവുന്നു ഈസി ആയിട്ട്, കാരണം അവിടെ പ്രേ അത്രയില്ല. ഓക്കെ, ഈ കടുവയ്ക്ക് എന്നുള്ളതിന് അതിൻ്റെ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ പ്രേ ബേസ് ഉണ്ടാവുക. ഓക്കെ, ഈവൻ ഫോർ എക്സാമ്പിൾ ഒരു വൂണ്ട് കണ്ടാൽ നമുക്ക് കടുവയുടെ എത്ര ഏജ് എന്ന് പറയാൻ പറ്റും, പാറ്റേൺ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഡക്കനൈൻ ഡിസ്റ്റൻസ് എടുക്കും. ഇത് 2 പല്ലുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ നമുക്കറിയാം. ഡെപ്ത് നോക്കിയാൽ നമുക്കറിയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നമുക്കറിയാം എത്ര ഏജ് ഉണ്ട്. അത് മാത്രമല്ല, ഇതെങ്ങനെ പിടിക്കുന്നത് നോക്കിയാൽ നമുക്കറിയാം. ഒരു യങ് ആനിമൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. കാരണം ഇതിനെല്ലാം കൊമ്പുണ്ടല്ലോ, ഡേഞ്ചർ പൊട്ടൻഷ്യൽ ഉണ്ട്. കുത്തിക്കൊല്ലാം, കാട്ടുപോത്തിനെ കുത്തിക്കൊല്ലാം, പശുവിനാണേലും കൊല്ലാം. ഇതിൽ കയറിയിട്ട് പുറകെ കൂടെ വന്നിട്ട് സ്പൈനൽ കോഡിനെ പിടിക്കുക. ചാടി കയറി പുറത്ത് വന്നിട്ട് സ്പൈനൽ കോഡിനെ പിടിക്കുക. അപ്പോൾ പിന്നെ വലിയ ഇഞ്ചുറി പറ്റില്ല, സേഫാണ്. കുറച്ചുകൂടെ മെച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും നേരെ വന്നിട്ട് ഈ വിൻ പൈപ്പിനെ പിടിക്കുക. ഒറ്റ വന്ന് ഇവിടെ വിൻ പൈപ്പിനെ പിടിച്ചിട്ട് തൂങ്ങിക്കിടക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഹ്യൂജ് ടൈഗേഴ്സ് ഉണ്ട്. നേരെ വന്ന് സ്നൗട്ടിന്, അതുപോലെ ഒരു 1 ടണ്ണൊക്കെ ഉള്ള കാട്ടുപോത്തിനെ വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഒറ്റ സ്നൗട്ടിന് പിടിച്ചിട്ട് അത്ര മാസീവാണ്. അത് എക്സ്പീരിയൻസ് ആണ്. ആ വൂണ്ട് വേണ്ട നമുക്ക് പറയാൻ പറ്റും ഏത് ടൈഗറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്മാർക്ക് വേണ്ട, ഇൻഡക്കനൈൻ ഡിസ്റ്റൻസ് വേണ്ട,
ആ പാറ്റേൺ കണ്ട് നമുക്ക് ഏജ് ദാറ്റ്സ് എക്സ്പീരിയൻസ് ബിക്കോസ് പ്രൊഫൈലിൽ പാറ്റേൺ ചെയ്തു. സോ ഈ 5ാമത്തെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ്. അതായത് പുതിയ മേച്ചിൽത്തരങ്ങൾ തേടിയിട്ട് പുതിയ ഹാബിറ്റിലേക്ക് വന്നിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്. 2013 യു ഹാഡ് എ മിറാക്കിൾസ് എസ്കേപ്പ് അല്ലേ? അതെ. അല്ലല്ല 2016. ഓക്കെ. അത് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയാം? അല്ല, അത് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതൊരു സ്ട്രേ ചെയ്ത് വന്ന ഒരു ആനിമലാണ്. ഒരു ഇൻഫാക്ട് ഞാനന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് മാറുകയാണ്. അന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് വന്ന് ഒരു നാട്ടിൽ വന്ന് നിന്നു. ഒരു കോഫി പ്ലാന്റേഷനാണ്. നാട്ടിൽ വന്ന് നിന്നു. സോ ചുറ്റും ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഞാൻ റിലീവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. അപ്പം തന്നെ DFO വന്ന് എന്നെ വിളിച്ചു. തിരിച്ചു വന്നു. അപ്പോൾ ഇതിന് മുകളിൽ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് ചുറ്റും നിൽക്കുകയാണ്. ചുറ്റും ഈ ചെറിയൊരു ഹില്ലക്കിന് ചുറ്റും ആൾക്കാരിങ്ങനെ തട്ടിച്ചു കൂടി കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന് മുകളിൽ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റേഞ്ച് ഓഫീസർ ഒരു വാച്ചറുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോയി ഇതിന് നോക്കണമല്ലോ, വെയിറ്റ് അറിയണമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ പോയി പതുങ്ങിയിരിക്കാൻ. കാപ്പിത്തോട്ടാണ്, കാപ്പിയാൻ പറയാമല്ലോ. നമുക്ക് ഇരുന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇരുന്ന് കുറച്ചുകൂടെ അടുത്ത് പോയി നോക്കി. ആൾ കണ്ടു. ആളെ എന്നെ ഇങ്ങനെ നോക്കി 2 പ്രാവശ്യം മീശ എടുത്തു. ഞാൻ മനസ്സിലായി ചാർജാണ്. ഞാൻ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞു. റേഞ്ച് ഓഫീസർ തിരിഞ്ഞോടി, ഈ വഴിക്ക് തിരിഞ്ഞോടി. ഞാനും എൻ്റെ വാച്ചറും ആൾ ഫ്രണ്ടിൻ്റെ ഇപ്പുറത്തൊരു മുള്ളുവേലിയുണ്ട്. പുള്ളി ചാടി മുള്ളുവേലി അപ്പുറത്തെ. ഞാനിവിടെ ഓടുമ്പോഴേക്കും എനിക്ക് പുറകിൽ ആളെ കിട്ടി. എനിക്കറിയാം ഇയാൾ നോക്കുമ്പോൾ എൻ്റെ പുറകിലുണ്ട്. ഫുൾ പവറിൽ ചാടി. ഞാൻ തിരിഞ്ഞു. ഇയാൾ സമ്മർസോൾട്ട് ചെയ്ത് തിരിഞ്ഞ് എൻ്റെ മുന്നിലെത്തും. എൻ്റെ കയ്യിൽ ഭാഗ്യത്തിന് ഞാൻ ഗണ്ണുണ്ട്. റിവോൾവർ പോക്കറ്റിലുണ്ട്. എൻ്റെ കയ്യിൽ ട്രാങ്കുലേസിങ് ഗണ്ണുണ്ട്. അപ്പോൾ ട്രാങ്കുലേസിങ് ഗണ്ണ് ഞാനിത് വെച്ച് അടിക്കാൻ നോക്കി. അയാൾ ചാടി എൻ്റെ മുകളിലേക്ക്. അപ്പോൾ എനിക്ക് ഷൂവിൻ്റെ മുകളിൽ ഗ്രിപ്പ് കിട്ടി. അപ്പോൾ അത് അടിക്കുന്നുണ്ട്. ഞാൻ ഈ ഗണ്ണ് വെച്ചിട്ട് ഞാൻ എൻ്റെ വായിൽ കുത്തിപ്പിടിച്ചു. വായിലേക്ക് കയറിയത് പറയുന്നുണ്ട്. ഷൂട്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 1.5-2 മിനിറ്റോളം നമ്മളിങ്ങനെ അലറുന്നുണ്ട്, കുത്തുന്നുണ്ട്. നമ്മൾ വെടിവെക്കടാന്ന് പറയുന്നുണ്ട്. സ്റ്റാഫ് വെടിവെച്ചില്ല. മേ ബി എൻ്റെ ഭാഗ്യമായിരിക്കും, എനിക്കായിരിക്കും കൊള്ളാം. അപ്പോഴത്തേക്ക് ഞാൻ ഫെയിൻ്റായി. ഒരു നമ്മളെ കുട്ടികളൊക്കെ ആലോചിക്കുന്നു. മെല്ലെ ബ്ലാക്ക് ഔട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് സ്റ്റാഫ് ഓടി വന്നു. ഒരു മേലൊക്കെ വെടിവെച്ച് സ്റ്റാഫ് എന്നെ ടച്ച് പോയി. ഒരു സ്കാർ മാത്രമേ ഉള്ളൂ, ലക്കി എസ്കേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് തിങ് തന്നെ. ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തു. വൈ ഇറ്റ് അറ്റാക്ക് മീ? ഞങ്ങൾ 3 പേരുണ്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പം എൻ്റെ സംഭവം തന്നെ ഇത് കോമണേഡാണ്. അപ്പം നിങ്ങൾക്കൊരു ചൊല്ലിടാറ്, ക്യാറ്റ് യു കനോട്ട് ക്യാച്ച് എ ക്യാറ്റ് ഇൻ എ ക്ലോസ് റൂം. കേട്ടിട്ടുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല, കാരണം അറ്റാക്ക് ചെയ്യും. ഇതാണ് ഈ സംഭവം. ഇത് ക്ലോസ് റൂം ഫീലിംഗ് ആണ്. ചുറ്റും ആൾക്കാർ പാനിക്കിൽ നിൽക്കുകയാണ്. കിട്ടിയത് അറ്റാക്ക് ചെയ്യും. ഇപ്പം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ആൾക്കാരെ കംപ്ലീറ്റ് നമ്മൾ മാറ്റും. 144 ഡിക്ലെയർ ചെയ്ത് ആൾക്കാരെ മാറ്റിയ ശേഷം അപ്പോൾ ആനിമൽ റിലീവ്ഡ് ആയി. ഇറ്റ്സ് നോട്ട് എ കോർണേഡ് ആനിമൽ. ദെൻ ഐ ക്യാൻ ഗോ ആൻഡ് ഡാറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞങ്ങളെ ടീമിൻ്റെ സക്സസ്സും. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് പേര് ഋഷ്യൻ ഞങ്ങൾ കൊളീഗ്സൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യയിൽ അവർ ആനപ്പുറത്തേ ഡാറ്റിയുള്ളൂ. പറ്റും, ഗ്രാസ് ലാൻഡാണ്, അവർക്ക് ഈസിയാണ്. ഞങ്ങൾക്കിത് പറ്റില്ല. നമുക്ക് ഈ തിക്ക് കാടിനകത്ത് ആനയും വെച്ചിട്ട് ഡാറ്റ് ചെയ്യാൻ പറ്റില്ല, കിട്ടത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ കഥ പറഞ്ഞ സെയിം ഞങ്ങൾ ഒരു ആരോ ഫോർമേഷൻ ഉണ്ടാക്കും. ഞങ്ങളൊരു 6-7 പേരുണ്ടാവും. ഫ്രണ്ടിൽ ട്രാക്കർ ഉണ്ടാവും. അയാളുടെ പുറകിൽ 2 ഗൺമാൻ ഉണ്ടാവും. നടുക്ക് മയക്കടി വയ്ക്കുന്ന ഞാനോ ആരായാലും ആളുണ്ടാവും. അവർക്ക് 2 ഗൺമാൻ ഉണ്ടാവും. സാധനങ്ങൾ തരേണ്ട ആളുണ്ടാവും. പുറകിൽ ഒരു ഗൺമാൻ ഉണ്ടാവും. ഇതൊരു ആരോ പോലെ പോവുക. അപ്പോൾ കടുവ നോക്കുമ്പോഴെന്താ ഒരു വലിയ ആൾ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യില്ല. ആ വിൻഡോയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മയക്കടി. ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു ആനിമൽ ബിഹേവിയർ അറിഞ്ഞുകൊണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെ ആരും ചെയ്തിട്ടില്ല. സോ ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ വിൻഡോയിൽ കിട്ടും. അപ്പോൾ 20 മീറ്റേഴ്സ് കടന്നാൽ ആൾക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം വരുന്നു. ഓക്കെ, ആ വിൻഡോയിൽ നമുക്ക് കിട്ടുന്നു, നമ്മൾ ഡാറ്റ് ചെയ്യുന്നു. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 10-15 ടൈഗേഴ്സിന്. ഈ സ്റ്റോക്കിംഗ് ബിഹേവിയർ ഒക്കെ ഉള്ളപ്പോൾ ടൈഗർ എത്രമാത്രം ഇന്റലിജന്റ് ആണ്? ടൈഗറിന്റെ ലെവലിൽ ടൈഗർ ഇന്റലിജന്റ് ആണ്. ഇതിന്റെ പ്രശ്നം പ്ലാൻ ഇങ്ങനെ ഇന്ന ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞ ഈ സേഫ്സ് ഇതിന്റെ സ്നീക്കേഴ്സ്, കാരണം ആനിമലിന് അറിയാം അത് എത്രയും വീക്കാണ് ആനിമൽ. അതിൻ്റെ ലങ് കപ്പാസിറ്റി ഇല്ല. ഇതിന് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. വേണമെങ്കിൽ കഴുത്ത് ഞെരിച്ച് വേണം നിങ്ങൾക്ക് കൊല്ലാം എന്നുള്ള അതിന് പേടിയുണ്ടാവും. സ്നീക്ക് ചെയ്യത്തേ ഉള്ളൂ. ഒരു ഹെൽത്ത് സർദാർ ചോദിച്ചാൽ അല്ല, ഇവിടെയാണ് നമ്മൾ പ്രശ്നം. ഇന്റലിജന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ പാരാമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, IQ കടുവയ്ക്ക് ബാധകമല്ല. കടുവയുടെ IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിഡേറ്ററിനെ കണ്ടെത്തുന്നതിനും
അതിൻ്റെ സ്ട്രാറ്റജി, ഹണ്ടിങ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിനും അതിൻ്റെ ഡിഫെൻസ് ഇത് ചെയ്യുന്നതിനുമാണ് കടുവയുടെ ഐക്യു. നമ്മളെ ഐക്യു അതല്ല. ഓക്കെ, സോ അതിൻ്റെ ലെവലിൽ ഇത് മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ, നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അവൻ്റെ ജേം പ്ലാസം കൂടുതൽ പോവും, ഹീ സക്സസ്ഫുൾ ബ്രീഡർ ആയിരിക്കും. ഓക്കെ, അല്ലാതൊരു കാര്യം, ഫോർ എക്സാമ്പിൾ എനിക്കൊരു 4ഓളം കേസ് ഹെർമാഫ്രോഡൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് കടുവയിൽ. എല്ലാം അറ്റാക്കായിരുന്നു, എല്ലാം ഹെർമാഫ്രോഡൈറ്റ് തന്നെ മനസ്സിലായോ? രണ്ട് സെക്സ് ഓർഗനും ഉണ്ടാവും. ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള വജീനി ഉണ്ടാവും, ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള ടെസ്റ്റിക്കിൾ ഉണ്ടാവും, ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള വളരെ ഫൈനായിട്ടുള്ള 2 ഓവറി ഉണ്ടാവും. ഓക്കെ, അതൊരു ഡിഫക്റ്റായിട്ട് വരുന്നതാണോ? ഇറ്റ്സ് എ ജനറ്റിക് ഡിഫക്റ്റ്. ഹെർമാഫ്രോഡൈറ്റ് ബോത്ത് ഹ്യൂമൻസിനും ഉണ്ടല്ലോ ആ സംഭവം. എല്ലാം ഇൻഫൈറ്റിലാ. പോസ്റ്റ്മോർട്ടം കിട്ടുമ്പോഴാണ് ഞാൻ നോക്കുക. സെക്സ് ആകുന്ന നോക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും, നോക്കുമ്പോൾ രണ്ടും ഉണ്ടാവും. ഡിഫറൻസ് ഉണ്ടോ മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയറിൽ, ഹണ്ടിങ് ഇതിൽ ബിഹേവിയർ ഡിഫറൻസ്? ഹണ്ടിങ്ങിൽ വലുതായിട്ടില്ല, ടെറിറ്റോറിയലാണ്. ബോഡി സൈസിൽ ചിലപ്പം വ്യത്യാസം വരും. ചിലപ്പോൾ ഈ മെയിൻ എന്ന് പറഞ്ഞ സാധനം ചില ടൈഗറിന് ഈ ഇങ്ങനെ കുഞ്ചിരം അത് കുറച്ച് കൂടുതലായിരിക്കും ചില ടൈഗേഴ്സിന്. പക്ഷേ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ബോഡി സൈസിൽ കൃത്യമായിട്ട്, ബിഹേവിയറിൽ വളരെ കൃത്യമായിട്ടുള്ള അഗ്രസീവ്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ഹോം റേഞ്ച് അങ്ങ് ബ്രേക്ക് ചെയ്യുക ചെയ്യുക. അങ്ങനെ ആദ്യം ഇണയെ തേടി പോവാണ്. അപ്പം ഇയാളുടെ ഈ ഹോം റേഞ്ച് പെട്ടെന്നങ്ങ് എക്സ്പാൻഡ് ചെയ്യും, കൂട്ടും, കൂടുതൽ ചാൻസ് ഓഫ് മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അടി കൂട്ടും. ഒരു മെയിൽ ടൈഗേഴ്സ് ഇങ്ങനെ ഉണ്ട്, പെട്ടെന്ന് ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് കൂടി വരികയല്ലേ ചെയ്യുക. അതുകൊണ്ട് ബ്രീഡിങ് സീസൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫൈറ്റും ഇഞ്ചുറീസും വരുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രീഡിങ് വരും, ഒരു ഇൻഫൈറ്റ് ഉണ്ടാവുകയും പുറത്തേക്ക് വരികയും ചെയ്യും. ഡോക്ടർ, ഈ ആനിമൽസിൻ്റെ ഇടയിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടോ, അതോ എല്ലാവരും ഹെറ്ററോസെക്ഷൽ ആണോ? മങ്കീസിൽ റിപ്പോർട്ടഡാണ് ചില കേസുകളിൽ, സൂവിൽ ചില കേസുകളിൽ എലഫൻറ്റ് റിപ്പോർട്ടഡാണ്. ഓക്കെ, ആസ് എ റൂൾ ഓഫ് തമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫേവേർഡ്. പക്ഷേ ചില സൂ ആനിമൽസിൽ വൈൽഡിൽ വളരെ കുറവായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ സൂ ബിഹേവിയറിൽ, സൂ സെറ്റിങ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മങ്കീസിലൊക്കെ എസ്പെഷ്യലി കുറച്ചുകൂടെ ഹ്യൂമൻ ബ്രെയിനുള്ള ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ബുദ്ധിയെ പറ്റി സംസാരിച്ചു. ഇപ്പൊ ആനയുടെ ബുദ്ധിയെ പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആനയുടെ ഓർമ്മശക്തിയെ പറ്റി. ഇതൊക്കെ കഥകൾ മാത്രമാണോ, അതോ ശരിക്കും ആനയ്ക്ക് ഭയങ്കര ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ? ആനയ്ക്ക് ഓർമ്മശക്തി ഞാൻ പറയാം, സ്മെല്ല് വഴി ശരിക്കും തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാനത്. ബിക്കോസ് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൂട്ടം ആയിട്ട് ജീവിക്കാന്ന് വെച്ചോ, ഒരു 30 ആന കൂട്ടമായിട്ട് ജീവിക്കും. ഇവരെങ്ങനെ അന്യോന്യം തിരിച്ചറിയും? തിരിച്ചറിയണമല്ലോ. ഇയാൾ എൻ്റെ ആൻറ്റിയാണ്, ഇയാൾ എൻ്റെ കസിനാണ്, ഇയാൾ എൻ്റെ നീസാണ്, ഞങ്ങളൊരു കൂട്ടമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഇപ്പം പഴയ നമ്മൾ സോപ്പ് പെട്ടിയുടെ കഥ പറഞ്ഞ പോലെ എന്നതിന് ശേഷം കണ്ടുമുട്ടിയാലും ദേ ആർ ടു ഡിഫറെൻറ്റ്. സ്മെൽ പറ്റും, ഫെറമോൺസ് പറ്റും, കാഴ്ചയിൽ പറ്റും, രൂപത്തിൽ പറ്റും, എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പറ്റും, ശബ്ദത്തിൽ പറ്റും, ബിഹേവിയറിൽ പറ്റും. ഇങ്ങനെ ചില ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് കൂട്ടമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇല്ലേ വൺ ഫൈൻ ഡേ രാവിലെ എണീറ്റ് അന്വേഷിച്ച് വായിച്ചാലോ അയ്യോ ഇയാൾ ആരാന്ന് ആലോചിക്കും. നോ, ദേ ഹാവ് ദ സെൻസ് ഓഫ് റിയലൈസിങ് ഈച്ച് തിരിച്ചറിയുന്നത്. അതിന്റെ ഒരു സെക്കൻഡ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന യാന പക എന്ന് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അനുഭവമല്ല. ഞാൻ 2 എക്സ്പീരിയൻസ് പറയാം. പിന്നെ 2, നമ്മൾ ഈ കാട്ടിൽ പലപ്പോഴും എസ്പെഷ്യലി ബന്ദിപ്പൂർ പോലെ സ്ഥലങ്ങൾ അവർ കാർക്കസ് അതുപോലെ ഇടും. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നൊരു ബോൺസ് ഉണ്ടാവും. ഒരു ഹേർഡ് പൂവാണെങ്കിൽ അത് എസ്പെഷ്യലി നല്ല ഗ്രാസ് ലാൻഡ്സിലൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഹേർഡ് പൂവാണെങ്കിൽ ഈ ഇപ്പോൾ ഒരു കുട്ടികളുണ്ടാവും, ഇങ്ങനെ പോയി ഈ ബോൺസിൻ്റെ അടുത്ത്, ഈ എല്ലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർ പെട്ടെന്ന് എല്ലാം സൈലൻ്റ് ആവും. ഈവൻ കാഫ് പോലും ഒരു എല്ലാം വളരെ സൈലൻ്റായി നിന്ന് ഈ ബോൺ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ വൊമറോനേസിയൽ ഓർഗനിൽ ടച്ച് ചെയ്യും. ഓക്കെ, ഒരു പെയിങ് ഹോമേജ് പോലുള്ളൊരു ഒരു കുറച്ച് നേരമല്ലേ, പിന്നെ അങ്ങ് പോകും. നമുക്ക് കൃത്യമായിട്ട് അറിയാം ദേ ആർ ട്രൈ ടു കണക്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ബോൺസ് ഈ എല്ലുമായിട്ട് അത് സം കണക്ഷൻസ് കാണാതിരിക്കും. ഗ്രാൻഡ് ഫാദറോ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അതാണ് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ചെയ്തൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട്
they give some attention. There is change in behavior when they see the bones. Okay. എനിക്കൊരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറേ കാലം മുമ്പാണ് സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടി ഫ്ലഡിൽ ഒഴിച്ചു വന്നു. ഒരു നിവൃത്തിയിൽ നമ്മളിങ്ങനെ പാലൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഭീകരമായ അല്ല 6 months ഭീകരമായിട്ടൊക്കെ വയ്യെത്തിയില്ല, ന്യൂമോണിക്കായി അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മുകളിലൊക്കെ അങ്ങനെ താങ്ങി നിർത്തുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു, ഓരോ ഇഞ്ചക്ഷൻസിനും പെയിനാണ്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനൊരു 4 മാസത്തോളം ഇത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു, ഞങ്ങളെ ഭയങ്കര പെറ്റായി. പക്ഷെ എന്നെ എപ്പം കണ്ടു കഴിഞ്ഞാലും ഒറ്റ ഇരിപ്പിരിക്കും. കാരണം എന്താ പറയുക, ഞാൻ കുത്തിയൊക്കെ വരുന്ന ആളാണ്. ഒറ്റ ഇരിപ്പിരിക്കുന്ന സംഭവം. ഇങ്ങനെ എനിക്ക് ബാക്ക് തരത്തില്ല, തിരിഞ്ഞ് എൻ്റെ മോൻ നോക്കി മാത്രമേ നടന്നു. ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞ ശേഷം അതിനെ കോട്ടൂര് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഞാൻ പിന്നെ എനിക്ക് കാണുന്ന ഒരു 4-5 വർഷത്തിന് ശേഷം 4 വർഷം ഞാൻ പേര് വിളിച്ച് അടുത്തിരുന്നപ്പോൾ ഒറ്റയിരിപ്പ് ആള്. വർഷം കഴിഞ്ഞായിട്ടും അത് ഓർത്തിരിക്കുന്നു. 5 അതുകൊണ്ടാണല്ലോ അത് ചെയ്തത്. ഇയാളെല്ലാം പഴയ കുത്തിയ ആളാണ്, ഇയാൾ വീണ്ടും ഒന്ന് കുത്താൻ വരികയാണെന്ന് തന്നെ ഒറ്റയിരുന്നു. എനിക്കൊരു അനുഭവമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ മാത്രം കണക്ട് ചെയ്യുന്നു. പക എനിക്ക് അറിഞ്ഞുകൂടാ. പക ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സാധനം, വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ല, ഇതിപ്പോ ലെജൻസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരു വലിയൊരു ജീവി, അതിനും ആൾക്കാർ എപ്പോഴും അട്രാക്റ്റഡ് ആവുന്നു. അപ്പം നാച്ചുറലി ലെജൻസ് വിൽ ഫോം. ലെജൻസ് ആയിരിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഈ 2-3 സാധനങ്ങൾ കണക്ട് ചെയ്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സത്യം തന്നെയാണ് ആനയുടെ ഓർമ്മ. ഞാൻ പറഞ്ഞ ഓർമ്മകൾ ഉണ്ടാവണല്ലോ, എന്നാലല്ലേ കണക്ട് ചെയ്യപ്പെടും. പാപ്പാനും പാപ്പാൻ എങ്ങനെയാണ് അവൻ്റെ ആനയെ തിരിച്ചറിയുന്നത്? സോ ദർ ഷുഡ് ബി. ഈ ഓർമ്മ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ക്യൂവിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഈ ഓർമ്മ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് റെക്കഗ്നൈസ്. ഞാൻ എൻ്റെ മദറിനെ റെക്കഗ്നൈസ്, എൻ്റെ മകളെ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ദർ ആർ സം ക്യൂസ്. അത് വിഷ്വൽ ആവാം, എൻ്റെ മെമ്മറി ആവാം, സ്മെല്ലാവാം, എന്തോ ആവാം. ഓക്കെ. സോ ലൈക്ക്വൈസ് മറ്റുമായിരിക്കും. അങ്ങനെയാണ് അവർ ബോണ്ടഡ് ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നാച്ചുറലി ഒരു തിരിച്ചറിവ് ഉണ്ടാവും. ഈ അനിൽ ചോദിച്ച ആന പകയുടെ കഥ നമ്മൾ പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. ചെറുതിലെ എറിഞ്ഞൊരു കല്ല് ആന വർഷങ്ങളോളം വായിൽ സൂക്ഷിച്ചു. അല്ല, ഞാനതിന് 2 രീതിയിലാണ്. അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഇതുണ്ടാവുന്നു, അങ്ങനെ എപ്പോഴും ആ കല്ലും കൊണ്ട് നടന്നത് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എലഫൻ്റ് പോലുള്ള ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് നമ്മൾ ലെജൻസ് കോമൺ ആണ്. ഓക്കെ, നമ്മൾ മഹാരാജാമാർ പറയുന്നില്ല, ഒരു വിരൽ കൊണ്ട് ഒരാളെ കൊന്നു. ലെജൻസ്. സോ നാച്ചുറലി ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് വരുമ്പോൾ there will be a lot of legends. ഈ ചൂണ്ടുമർമ്മം ഒരു യാഥാർത്ഥ്യമാണോ? അങ്ങനെ സംഭവിക്കാൻ എനിക്ക് അറിയില്ല. അത് ആക്ച്വലി ഞാൻ ശ്രീലങ്കയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചൂണ്ടുമർമ്മം കാണിച്ച ഒരാൾ പോയി ആന അപ്പം തട്ടി എല്ലാവരും ഫാമിലിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. ചൂണ്ടുമർമ്മം കാണിക്കാൻ പോയതാ, കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അയാൾ പോയി ചൂണ്ടുമർമ്മം കാണിച്ചു, ആന ചാർജ് ചെയ്തു. അതെനിക്കൊന്ന് വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിലുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. സോ വൺ ഓഫ് മൈ കൊളീഗ് ആക്ച്വലി ശ്രീലങ്ക ടോൾഡ്. അതേപോലെ പറയുന്നതാണ് ഈ ആനയുടെ മുന്നിൽ പെട്ടാൽ നമ്മൾ സിക്സാഗ് ഓടണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ പലരും പറയും ആനയ്ക്ക് അതറിയില്ല, ഈ തിയറി ഒന്നും ആനയ്ക്ക് അറിയാതെ. സിക്സാഗ് ഓടുന്ന മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഇതുള്ളതുകൊണ്ടാണ്. ഏത് മറ്റേ ബൈനോക്കുലർ വിഷൻസ് എല്ലാം. അപ്പോൾ ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു, ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു. സോ ആനിമലിന് പറ്റാത്ത രീതിയിലുള്ള സിക്സാഗ്. ഏറ്റവും പ്രധാനമായിട്ട് 2 തരം ചാർജ് ഉണ്ട് എലഫൻസിൽ. ഇറ്റ്സ് കോൾഡ് റിയൽ ചാർജ് ആൻഡ് മോക്ക് ചാർജ്. ഞങ്ങൾ തിരിച്ചപ്പോൾ നല്ല മോക്ക് ചാർജ് ഒക്കെ വരികയാണ്. നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞ് കൈ നോക്കി നിന്ന് കഴിഞ്ഞാൽ അനിമൽ നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഓക്കെ, യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇത് പറഞ്ഞുകൊണ്ട് ഡോണ്ട് ഡു ഫുളിഷ്നെസ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി തുമ്പി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും അകത്തേക്ക്. എന്നിട്ട് ചെവി ശരിക്ക് വെച്ചിട്ട് ടെയിൽ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒറ്റ ഓടിക്കുക. അപ്പോൾ വന്ന് കരഞ്ഞ് വിളിച്ച് ബോളം വെച്ചിട്ടാണ് വരിക. തുമ്പിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിരിക്കാം നമ്മൾ. അപ്പോൾ നമുക്കറിയാം മോക്ക് ചാർജാണ്. നമ്മൾ അനങ്ങൂല. നമ്മൾ വേറെ 5 മീറ്റർ അപ്പുറത്ത് നിന്ന് സ്ക്രീച്ചിട്ട പോലെ ബ്രേക്ക് ചെയ്ത് കരഞ്ഞുകൊണ്ട് തിരിച്ചു. റിയൽ ചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്രെട്ടിൻ്റെ റിയൽ ത്രെട്ടിൻ്റെ മുകളിലെ ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും തുമ്പി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, നീട്ടും. യു വാണ്ട് ടു ഗ്രാബ് യു. മറ്റത് ഹിറ്റ് എന്നുള്ള ഒരു ലെവലാണ് വരിക. ഹിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റീവ് അല്ല. മറ്റത് യു വാണ്ട് ടു ഗ്രാബ് യു ആൻഡ് യു വാണ്ട് ടു കിൽ യു. അത് നമുക്കറിയാം. റിയൽ ചാർജ് വന്നു കഴിഞ്ഞാൽ ഹി വിൽ ഡെമോളിഷ്. റിയൽ ചാർജിൽ തുമ്പി നീട്ടുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഒബ്സർവേഷൻസ് മാത്രമാണ്. ഇത് വെച്ചിട്ട് ആരും ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല. സോ എൻ്റെ മുകളിൽ ക്ലെയിം ചെയ്യുകയും ചെയ്യരുത്. ദീസ് ആർ സം ഓഫ് ദ ഒബ്സർവേഷൻസ്. ദർ ആർ വേരിയേഷൻസ് ആസ് വെൽ. സർ അബൌട്ട് ഈ എലിഫൻസിനെ പറ്റി പറയും, ദേ ആർ എസെൻഷ്യലി വൈൽഡ് ആനിമൽസ്. അതുകൊണ്ട് അവരെ ടൈം ചെയ്യാൻ പാടില്ല. ഈ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ആനക്കമ്പം ഒരുപാടുണ്ട്.
animals are tamed and then paraded for temple festivals and all. അപ്പോൾ അങ്ങനെ ടൈം ചെയ്യപ്പെടാനുള്ള ഒരു ആനിമൽ അല്ല elephants. They are essentially animals in the wild. They should be in the wild. അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ ഡോഗ്സ് എവിടെ ഉണ്ടായത്? tamed and brought from the വൈൽഡ്. wolf, right? cattle, again. chicken, ഗാലസ് സൊണറാറ്റി എന്ന് പറഞ്ഞാൽ കാട്ടുകോഴി എന്നാണ് ചിക്കൻ. സോ ഷാൽ വി ഗോ? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക്കേറ്റ്, അതാണ് സംഭവം. ഡൊമസ്റ്റിക്കേഷൻ ആണ് പ്രോസസ്സ്. ഓക്കെ, ഇത് ഒരു ക്ലാസിക് ആയിട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഐ ഫോർഗോട്ട് ഹിസ് നെയിം ആക്ച്വലി. ഡൊമസ്റ്റിക്കേഷൻ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്താണ് ഏറ്റവും റഷ്യൻ സയൻറ്റിസ്റ്റാണ്, സൈബീരിയയിൽ ചെയ്തൊരു വർക്കാണ്. അവിടെ വൈറ്റ് ഫോക്സ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ, ഞാൻ സോറി കേട്ടോ, കറക്റ്റ് സ്പീഷീസ് ഞാൻ ലോങ് ബാക്ക് വായിച്ച, അതാണ് ഡൊമസ്റ്റിക്കേഷൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള മെത്തഡോളജിക്കൽ ബുക്ക്. ഇയാളുടെ PhD സ്റ്റുഡൻ്റാണ്, സൈബീരിയയിൽ ആണ് ചെയ്യുന്നത്, ഇയാളുടെ വർക്കാണ്. അങ്ങനെ ഒരു വൈൽഡ്, അങ്ങനെ ഏറ്റവും മനുഷ്യനെ അവോയ്ഡ് ചെയ്യുന്നൊരു സ്പീഷീസാണ് വൈറ്റ് ഫോക്സ്, ആണ് എൻ്റെ ഓർമ്മ. വൈറ്റ് ഫോക്സ് ആണോ എക്സാക്ട് സ്പീഷീസ്, എനിവേ ഇതിനെ അവർ പിടിക്കുന്നു, എന്നിട്ട് ഒരു കൂടിലാക്കുന്നു, ഇതിനെ ഫീഡ് ചെയ്യുന്നു. ഓരോന്നോരോന്നായിട്ട് ഫീഡ് ചെയ്തിട്ട് ചിലത് കൈ വെക്കുമ്പോഴേക്ക് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ആസ് ടൈം ഗോസ് ഓൺ ചിലത് വളരെ സബ്മിസീവായിട്ട് നിൽക്കും, അത് ഫുഡ് അക്സെപ്റ്റ് ചെയ്യും, ചിലത് ലൈഫ് ടൈം അക്സെപ്റ്റ് ചെയ്യില്ല. റൈറ്റ്, അതിനെ തുറന്നു വിടും. ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടിരുന്നു ബ്രീഡ് ചെയ്യിക്കുന്നു. രണ്ടാമത്തെ ജനറേഷൻ സെയിം ഇത് ചെയ്യുന്നു. 6-7 ജനറേഷൻ ആകുമ്പോഴേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ, ദാറ്റ്സ് എ ഡൊമസ്റ്റിക്കേഷൻ. അതല്ല ഇതിൻ്റെ വ്യത്യാസം, അത് മാത്രമല്ല എൻ്റെ വ്യത്യാസം. ഇതിൻ്റെ ഷേപ്പ് മാറുന്നു, നീണ്ട മുഖം പരന്ന മുഖമാകുന്നു, ഹോർമോണൽ പ്രൊഫൈൽ മാറുന്നു. ഡൊമസ്റ്റിക്കേഷൻ്റെ പാർട്ടാണത്. കംപ്ലീറ്റ് മാറുകയാണ്, അതായത് ഫേഷ്യൽസ് മോർഫോളജി മാറുകയാണ്. അങ്ങനെയാണ് നമുക്ക് പരന്ന മുഖമുള്ള പട്ടികൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇറ്റ്സ് ദാറ്റ് മീൻസ് ദാറ്റ് ആക്സിസ് സെറിബ്രോ, ദാറ്റ് ഹോൾ ആക്സിസ് ഇസ് ട്വിസ്റ്റിംഗ്. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ബിഹേവിയർ ചേഞ്ച് അല്ല. ഇറ്റ് ചേഞ്ചസ് യുവർ ഫിസിയോളജി, ചേഞ്ചസ് യുവർ അനാറ്റമി, മോഡിഫൈസ് എവറിത്തിങ്. ഓക്കെ, എലഫൻസിലത് നടക്കും. എലഫൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ എത്ര ലോങ് ലൈഫ് ടൈമുള്ളൊരു ആനിമലാണ്. എത്ര ജനറേഷൻസ് നിങ്ങൾ ബ്രീഡ് ചെയ്യണം. ഇത് ബ്രീഡിംഗ് ഒക്കെ നടക്കുന്ന ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫുള്ള ചിക്കനും പട്ടിക്കാണ്. നിങ്ങൾക്ക് 10 ജനറേഷൻ അതിന് പോറ്റാൻ പറ്റും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആനയെ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജനറേഷൻ കൊണ്ടുപോകണം. പക്ഷേ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടൈഗറിനെ ടൈം ചെയ്ത്, ദാറ്റ് ഈസ് വൈ വി കോൾ ടൈം. ഇറ്റ്സ് നോട്ട് ഡൊമസ്റ്റിക്കേഷൻ. ഡൊമസ്റ്റിക്കേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ബ്രീഡിങ് നിങ്ങൾ കൺട്രോൾ ആവുന്നതോടെയാണ് ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രീഡിങ് അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും നിങ്ങളുടെ കയ്യിൽ വരുന്നതോടെയാണ്. അതിൻ്റെ പശുക്കളിൽ ലാക്ടേഷൻ ആയിരിക്കും, കോഴിക്ക് ചിക്കൻ മീറ്റ് ആയിരിക്കും, ചിലത് മുട്ടയായിരിക്കും. ആ ട്രേറ്റ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ദാറ്റ് ഇസ് എ ഡൊമസ്റ്റിക്കേഷൻ പ്രോസസ്. ആ ട്രേറ്റ്സിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പർപ്പസിലേക്ക് കൊണ്ടുവന്ന് ദാറ്റ്സ് വി ആർ കൺട്രോളിങ് ബ്രീഡിങ്. അതായത് 10 മുട്ടയിടുന്ന ഒരു കോഴിയെ നമ്മൾ കൂടുതൽ അന്യോന്യം ബ്രീഡ് ചെയ്ത് അത് 50 മുട്ടയോ 100 മുട്ടയോ കൂടി ഒരു ട്രേറ്റ്, അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരണം. എലഫൻറ്റിന് നമ്മൾ എന്ത് ട്രേറ്റാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ എടുക്കുക? കൊമ്പിൻ്റെ സൈസോ ഇതിൻ്റെ സൈസോ എഴുന്നള്ളക്കത്തിൻ്റെ ഇത് നിൽക്കുന്നോ? വൈ? വിച്ച് ട്രേറ്റ് വി ഹാവ് ടു ചൂസ്? അങ്ങനത്തെ ഒരു ട്രേറ്റ് ഇല്ല. അതിൻ്റെ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ട്രേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മാത്രം ലോങ് ജനറേഷൻ സ്പീഡ്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. But there's nothing called domestication of... There is no domestication of elephants. It is impossible. Only taming. Like you tame the tiger. About taming, is it right? Like in the sense you have all these elephants being paraded in the public space. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ ചോദിക്കുന്നത്? റൈറ്റ് ഓർ റോങ് എന്ന് ചോദിക്കുന്നത്? ഐ എം അഗെയിൻസ്റ്റ് ദാറ്റ്. എൻ്റെ വ്യക്തിപരം ഇതൊരു സോഷ്യൽ ചോദ്യമാണ്. ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്, സമൂഹമാണ് ഉത്തരം പറയേണ്ടത്, അല്ലെ പോളിസി മേക്കേഴ്സാണ് ഉത്തരം പറയേണ്ടത്. എന്നെ സംബന്ധിച്ചോളം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കിഷ്ടമല്ല. എപ്പോഴും പറയാറുള്ള സംഭവമാണ് ഈ ആനയുടെ കാലുകളിലേക്ക് നോക്കുക. ഈ ടൈം ചെയ്യുന്ന ആനകളുടെ കാലിലേക്ക് നോക്കുക, നമുക്ക് ഒരുപാട് പാടുകൾ കാണാൻ കഴിയും. ഈ ടൈമിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഞ്ചുറീസ് ഇങ്ങനെ നടത്തുന്നു എന്നൊരു. അല്ല, ടൈമിംഗ് എന്നല്ല, നിങ്ങളെ ആനിമലിനെ എങ്ങനെ മെരുക്കുന്നു എന്നുള്ളതാണ്. അത് ടൈമിംഗ് നമുക്ക് ആക്കുവാണെങ്കിൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എലഫൻറ്റിൻ്റെ കേസിൽ ഞാൻ പറയാം, ഡൊമസ്റ്റിക്കേഷൻ പറ്റില്ല, ടൈമിങ്ങേ പറ്റുള്ളൂ.
അതിന് കൃത്യമായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഐ കോട്ട് സെവറൽ വൈൽഡ് ആനിമൽസ്. എനിക്ക് ഒറ്റ മോർട്ടാലിറ്റി പോലും ഉണ്ടായിട്ടില്ല സക്സസ്ഫുള്ളായിട്ട്. ഇതിന് ഞങ്ങളുടെ ആ മെത്തേഡ് ഒരുപാട് അഡാപ്റ്റ് ചെയ്തു ആൾക്കാർ. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയാണ്. 2 രീതിയിൽ നിങ്ങൾക്ക് ഒരു വൈൽഡ് ആനിമലിനെ മെരുക്കാം. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർക്കസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആനിമലിനെ അടിച്ച് എല്ലാവിധ ഭേദ്യങ്ങളും ചെയ്ത് അതിൻ്റെ മൊറൽ ഡൗൺ ആക്കി ഹി നോസ് ഹീസ് ഗോയിങ് ടു ഡൈ സക്കും ചെയ്യാണ് നിങ്ങളെടുത്ത്. ദെൻ നിങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്യണം, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ബൈ പേയിങ്, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഫിയർ, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഇൻസെക്യൂരിറ്റി. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഈസി. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വേറൊരു രീതിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ അപ്രിസിയേഷൻ ഞങ്ങൾക്ക് എല്ലാ വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ നമ്മളെപ്പോഴും ദേഷ്യപ്പെടും. നമ്മളൊരു ആന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രോൾ എന്ന് പറഞ്ഞ സാധനത്തിലിടുക. ഓക്കെ, 12 അടി ഇൻറ്റു 12 അടി യൂക്കാലിപ്റ്റസ് ഉണ്ടാക്കുക. അപ്പോൾ ക്രോളിൻ്റെ ഞാനൊക്കെ വരുമ്പോൾ ക്രോളിൻ്റെ ഡിസൈൻ പോലും ഇല്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന ക്രോളിൻ്റെ പഴയ ഡിസൈനൊക്കെ എനിക്ക് കിട്ടുന്നത് ഞാൻ UK ഇരുന്ന സമയത്ത് മറ്റേ ഇവിടെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് എനിക്ക് പഴയ പേപ്പേഴ്സ് കിട്ടിയിട്ട് അപ്പോൾ അവർ ഉപയോഗിക്കുന്ന മരം ഇതൊക്കെ വ്യത്യാസമാണ്. നമ്മളത് വരുമ്പോൾ ആ കമ്പകം എന്ന് പറഞ്ഞ മരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചതഞ്ഞിരിക്കും, പക്ഷെ നല്ല ബലമായിരിക്കും. കമ്പകം കിട്ടാനില്ല. കമ്പകം എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു മരം. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഇഷ്ടം പോലെ നമ്മളത് ഇൻവേസീവായിട്ട് യൂക്കാലി ഉണ്ട്. എങ്ങനെ യൂക്കാലിപ്റ്റസ് അങ്ങനെ നല്ല റോളായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 4 വലിയ പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഈ 2 പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക. കെട്ടൊന്നുമില്ല, ഒരു കെട്ടുമില്ല. ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് മൊത്തം 18 അടി ഹൈറ്റാണ് ഉണ്ടാവുക. ഓക്കെ, ഹൈറ്റിലും അതിൽ 8 അടി താഴോട്ടായിരിക്കും ഉണ്ടാവുക. 22 അടി മൊത്തം 8 അടി താഴോട്ടുണ്ട്. ഇത്രയും ഹൈറ്റിൽ ഇത്രയും പില്ലേഴ്സ് ഉണ്ടാകും. അതിൻ്റെ വെയിറ്റിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ആനെ കയറ്റി നമ്മൾ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം മാറും. നമ്മൾ ഒരാളും നിൽക്കില്ല. ഓൺലി ഇതിൻ്റെ പാപ്പാൻ ആവാൻ പോകുന്ന ആൾ മാത്രം. അയാൾ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. അവിടേക്ക് ആർക്കും പ്രവേശനമല്ല, ഇൻക്ലൂഡിങ് മീ. ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോക്കുകയോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഞാൻ പോകില്ല. ആ പാപ്പാനാണ് അയാൾ. അവൻ എന്ന് പറഞ്ഞാൽ പാപ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ കാണുന്ന പാപ്പാൻ അവന് ട്രെയിറ്റുള്ള ഇപ്പോൾ ഞങ്ങളുടെ ട്രൈബൽ പാപ്പാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ എൻ്റെ ക്യാമ്പിൽ വന്നൊക്കെ ഉണ്ടാകുന്നത് 6 വയസ്സുള്ള കുട്ടിയാണ് വലിയ കൊമ്പനെ കൊണ്ട് പോവുക. ഓക്കെ, മസ്തുള്ള ആനിമലിനാണ് അവരഴിക്കുക ഞങ്ങളുടെ ക്യാമ്പിൽ. മസ്തുള്ള കെട്ടിയിട്ട് 4 കാലും കെട്ടിയിട്ട് ആ പരിപാടിയില്ല. ഹുക്കില്ല ഞങ്ങളുടെ ക്യാമ്പിൽ. ഉള്ളിൽ ചെറിയൊരു വടി മാത്രമേ കയ്യിലുള്ളൂ. ഓക്കെ, ക്യാമ്പല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഇയാളോട് പറയും, ഇയാൾക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇയാൾ പറയും, നമ്മൾ ആദ്യം പറയും സംസാരിക്കാൻ പറയും. അപ്പോൾ ഇയാളിങ്ങനെ ആനയോട് സംസാരിക്കും. ആനയെ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ടുണ്ട്, അപ്പോൾ പേര് വിളിക്കും. അങ്ങനെ ഇതിങ്ങനെ ശ്രദ്ധിക്കും, ഇയാളെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, വോക്കൽ കോൺടാക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നു, ഇത് ഇയാൾ കുറേ പറയുന്നത്, കുറച്ച് കരിമ്പ് കൊടുക്കും, ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇയാൾ എനിക്ക് ഭക്ഷണം തരുന്നു, എന്നോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ആനിമൽ റെസ്പോണ്ട് ചെയ്യും. ആനിമൽ മൂളും. അപ്പോൾ ഞാൻ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പല ആനയോട് നിങ്ങൾ സംസാരിച്ചാൽ അത് മൂളും. അവിടെ മെമ്മറി ഇല്ല. യെസ്, ഓക്കെ. അത് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. കൂട്ടിക്കൊടുപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. ഇതിനകത്ത് കിടക്കാം, ആനിമലിന് കിടക്കാം, നിൽക്കാം. ഒരു മറ്റേ ഇതിന്ന് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് വെള്ളം കൊടുക്കുന്നു, ഫീഡ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റായിട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ കരിമ്പ് പൊട്ടിച്ച് കൊടുക്കുന്നു. പിന്നെ സെക്കൻഡ് ഫേസ് നമ്മൾ തൊടുന്നു. ഓക്കെ, ഹിയറിങ് കഴിഞ്ഞു, ടച്ച്. അപ്പം എല്ലാം ചപ്പുകൊണ്ട് തട്ടും. ഇതിങ്ങനെ അകത്തേക്ക് കയറാണ്ട് ചപ്പുകൊണ്ട് തട്ടും. അപ്പോൾ ആനിമൽ ഒരു സുഖമുള്ള സംഭവമാണ്. ആനിമൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്യും. ഇങ്ങനെ ചകിരി കൊണ്ട് ഇത് ചെയ്യും, വെള്ളം വെച്ചിട്ട് ചകിരി കൊണ്ട് കഴുകും. അപ്പോൾ ടച്ച് വരുമ്പം ബോണ്ടേജ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബോണ്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുക ചെയ്യും. അതിനിടയ്ക്ക് അറ്റാക്കൊക്കെ ഉണ്ടാവും. അറ്റാക്ക് ചിലപ്പം അടിക്കും. അതൊരു അപ്പം ഇയാൾ പറഞ്ഞു ഇരിക്കാനെന്നൊക്കെ പറയും. മനസ്സിലായോ? ഭേദ്യം ഇല്ല ഫിസിക്കലി. ഈ ഫേസിൽ തീരെ ഭേദ്യമില്ല. ഇത് ഒരു ബോണ്ട് കൂട്ടുന്നു, ഭക്ഷണം കൂട്ടും. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റിലേക്ക് പോകും. കോൺസെൻട്രേറ്റ് ടേസ്റ്റാണ്. ഇത് ഗോതമ്പ് മറ്റേ ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുപാരെല്ലാം കൂടെ പുഴുങ്ങി ഇച്ചിരി ഉപ്പും വെച്ച് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ടേസ്റ്റി ഫുഡ്. ഈസ് എൻജോയ്സ് ദ ഫുഡ്. ഓക്കെ, ഈ ബോണ്ട് കൂടി വരുന്നു. ആ അടുത്ത വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവർ നമ്മളെ ബോണ്ടേജ് കൂടുന്നു, ഇവരെ ക്ലീൻ ആക്കി കൊണ്ടിരുന്നു. അപ്പം പേടി മാറി, കുറേശ്ശെ ബോണ്ടിങ് വന്നു തുടങ്ങി. ദെൻ സെക്കൻഡ് ഫേസിലാണ് നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനിടയ്ക്കൂടെ കഴിയിടും. ഞാൻ പറയല്ലേ, ഇടയ്ക്കൂടെ കഴിയിട്ടിട്ട് ഇയാൾ ഇറങ്ങും ഇതിനകത്ത്. അപ്പം അടുത്തായി, കുറച്ചുകൂടെ അടുത്തായി. മറ്റത് ഇയാൾക്ക് വേണേൽ ആനിമൽ മാറാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഇയാൾ സ്ക്രബ് ചെയ്യുന്നു, ആനിമലിൻ്റെ പേര് വിളിക്കുന്നു,
ചെറിയ ചെറിയ കാല് പൊക്കാൻ പറയുന്നു, ഉറച്ചുകൊണ്ട് കാല് പൊക്കാൻ പറയുന്നില്ല, മെല്ലെ തട്ടി കൊടുക്കും, കാല് പൊക്കും, ഒരു കരിമ്പ് കൊടുക്കും, അവിടെ റിവാർഡ്സ് കൊടുക്കുന്നു. ഇതിന് പാവ്ലോസ് എക്സ്പെരിമെൻ്റ് ആണ്, ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ശരി, ഇത് കണ്ടീഷൻ ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇവർ തമ്മിൽ തിക്ക് ബോണ്ടിങ് ആയി. ഇത് ശരിക്കും എങ്ങനെയാണ്, സ്നേഹം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഹെൽപ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ബോത്ത്.